നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ അഭാവത്തിൽ, എന്നിട്ട് ഒരു മൂന്നാം കക്ഷി വന്നിട്ട് ഇടപെട്ട് നമ്മളോട് സംസാരിക്കുക. എന്താ ഇടപെടുന്നത്? രണ്ടാം കക്ഷിയെപ്പറ്റി എന്തെങ്കിലും തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നു. കള്ളപ്രചരണവുമായിട്ട് വന്നു. അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റി കളവ് പറഞ്ഞ് കള്ളപ്രചരണം നടത്തി ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നാൽ അതാരാവട്ടെ, ഒരാളെ പറ്റി കള്ളപ്രചരണവുമായിട്ട് നിങ്ങളെ മുമ്പിൽ വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ വാർത്ത ഏറ്റുപിടിക്കരുത്. ഇതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വല്ലാത്ത ഒരു സന്ദേശമാണ്, നല്ല സന്ദേശം, ഏറ്റവും നല്ല മെസ്സേജ്. ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജ് എന്നാണ് ഞാൻ അതേക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇന്നത്തെ ലോകം ഈ ഒരു ദുരന്തത്തിൽ മുങ്ങിക്കുളിച്ച ലോകം. ആരെങ്കിലും പറ്റി ഒരാളെ സംബന്ധിച്ച് എവിടെന്നെങ്കിലും ഒന്ന് കേൾക്കേണ്ട താമസം അതപ്പം പ്രചരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളുടെ ഈ യുഗത്തിൽ. സോഷ്യൽ മീഡിയയിൽ ശരിക്കിതിൻ്റെ കൂത്തരങ്ങ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നമ്മൾ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ രാത്രി ഓഫ് ചെയ്തു വെച്ച നെറ്റ് ഒന്ന് ഓണാക്കിയിട്ട് എന്താ ഇപ്പോൾ വല്ല പുതിയ അഖ്ബാറുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പരതിയാൽ അവയിലും യൂട്യൂബ് പരതിയാൽ അവിടെയൊക്കെ ഒരുപാട് കള്ളപ്രചരണങ്ങൾ അടിച്ചു വിടുകയാണ്. ഇത് രാവിലെ തന്നെ കണ്ണും തിരുമ്മി ഇങ്ങനെ നോക്കി, കണ്ണും തിരുമ്മി വായിച്ചെടുത്തവൻ ഒട്ടും താമസിക്കുന്നില്ല. ഈ വാർത്ത കിട്ടേണ്ട താമസം അതൊരു ആലിമിനെ പറ്റിയാവാം, സയ്യിദിനെ പറ്റിയാവാം, അല്ലെങ്കിൽ നാട്ടിലെ ഒരു സാധാരണ ആണിനെ പറ്റിയോ പെണ്ണിനെ പറ്റിയോ ആവാം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകനെ പറ്റിയാവാം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചോ പ്രവർത്തകനെ കുറിച്ചോ ഒക്കെ ആവാം. ആരെ പറ്റിയാണെങ്കിലും അഭിമാനം എല്ലാവരുടേതും വലുതാണ്. പിന്നെ അതിൽ സയ്യിദന്മാരും സാധാത്തുക്കളും ആലിമ്യങ്ങളും ഒക്കെ ആവുമ്പോൾ അവരുടെ മാംസം കടിക്കുമ്പോൾ അതിന് വിഷവും കൂടെ ഉണ്ടാകും. അത് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് നല്ലതാണ്. ഏതായാലും കേട്ടത് പാതി കേൾക്കാത്തത് പാതി, ഇത് കിട്ടാൻ കാത്തു നിൽക്കുക. ഇവൻ എന്ത് ചെയ്യാൻ? ഇവൻ്റെ കൈവശം ഒരു 4-5 ഗ്രൂപ്പുണ്ട്. ഇവൻ എന്ത് കിട്ടിയാലും അതിലേക്ക് തട്ടലാ പതിവ്. അപ്പം അതിലേക്ക് അങ്ങോട്ട് ഷെയർ ചെയ്തു. ആ 4-5 ഗ്രൂപ്പിലായിട്ടൊരു 100-500 ആളുണ്ട്. 500 ആളെ ചെവിയിൽ ഈ നുണ ഇവൻ കാരണമായിട്ടെത്തി. വിഷയത്തിൻ്റെ ഗൗരവം ഒരിക്കൽ പോലും മുസ്ലിം ആലോചിക്കുന്നില്ല. ഒരു കള്ള വാർത്ത പടച്ചുണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ് കിട്ടിയത് ഷെയർ ചെയ്യുന്നു. മറ്റെവിടുന്നോ ആരോ എറിഞ്ഞു തന്നത് നമ്മൾ തിരിച്ചറിയുന്നു. ആർക്കൊക്കെ എത്തിക്കുന്നു? ശരിക്കു ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ചെറിയ കാര്യമല്ല. ഈ ഒരു സംഗതിയെക്കുറിച്ചാ പറഞ്ഞത്. വാട്സാപ്പിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, യൂട്യൂബിലാവട്ടെ, നിങ്ങളെ ചെവിയിൽ വന്ന് നേരിട്ട് പറഞ്ഞതാവട്ടെ, എഴുത്ത് കിട്ടിയതാവട്ടെ, കള്ള പോസ്റ്റർ നാട്ടിൽ പൊങ്ങിയതാവട്ടെ, ഇരുട്ടിൻ്റെ സന്തതികൾ പതിച്ച പോസ്റ്ററാണ് രാവിലെ വായിച്ചത്. എന്താണെങ്കിലും അള്ളാഹുവിന് ഇതിലൊരു നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കുകയാണ്. മുഅ്മിനീങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്കൊരു പ്രതികരണം മുസ്ലിമീങ്ങൾക്ക് പറ്റില്ല. നമ്മൾ ആദ്യം തന്നെ പഠിച്ചതല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അള്ളാഹുവിനെയും റസൂലിനെയും ഓവർടേക്ക് ചെയ്യരുത് എന്നല്ലേ ആദ്യം പഠിച്ചത്. അപ്പം അതുകൊണ്ട് അവിടെ നിന്നോളണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബ
ഒരു ദുർനടപ്പുകാരൻ, ഏതോ ഒരു തമ്മാടി നിങ്ങളുടെ അടുത്തേക്കൊരു വാർത്തയുമായി കടന്നു വന്നാൽ, ചിലപ്പോൾ അത് നല്ല ചൂടുള്ള വാർത്തയായിരിക്കും, പറയാൻ നിങ്ങൾക്ക് നല്ല ഇമ്പമുള്ള വാർത്തയായിരിക്കും. വ്യഭിചാരോപണമാകാം, മോഷണക്കുറ്റമാവാം, അഭിമാനത്തിനു ക്ഷതമേൽപ്പിക്കുന്ന എന്തുമാവാം. നിങ്ങളെ അടുത്തേക്ക് ഒരാൾ മറ്റൊരാളെ പറ്റി വല്ല കള്ള വാർത്തയുമായി വന്നാൽ ഫതബയ്യനൂ, നിങ്ങളതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണേ. ഖുർആൻ പറയാണ്, അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം. കേട്ടത് പാതി, കേൾക്കാത്തത് പാതി. നിങ്ങൾ തട്ടരുത്, വേറെയുള്ള ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കരുത്, വേറെ ഒരാളോട് നിങ്ങൾ പറയരുത്. ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒന്നും തന്നെ ഉപയോഗിക്കാത്ത ആളുകൾ, അവർക്കും ബാധകമാണ്. ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക് എത്തിക്കരുത്. നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതിനോട് സ്വീകരിക്കേണ്ട നിലപാടെന്താന്ന് പറഞ്ഞു തരാം. അത് മറ്റു സൂറത്തുകളിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതാവട്ടെ, ഒരു കള്ള വാർത്ത ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് എത്തിച്ചാൽ നിങ്ങളതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം. കള്ളവാർത്ത എന്നും പറഞ്ഞിട്ടില്ല, വാർത്ത. അപ്പൊ കളവോ സത്യമോ എന്നറിയാതെ, സത്യവാർത്തയാണെങ്കിൽ തന്നെ ചിലപ്പോൾ സത്യവാർത്തയായിരിക്കും, പക്ഷേ അത് വേറെ ഒരാൾക്ക് ബാധിക്കുന്ന കേസാണെങ്കിൽ അത് പറയാൻ പോകരുത്. അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞിട്ടേ പറയാവൂ. എന്നാ വരുന്ന ആള് ഫാസിഖാവണമെന്നുണ്ടോ? ഇല്ല, ഫാസിഖാവണം എന്നുള്ള കണ്ടീഷനൊന്നുമില്ല. പിന്നെന്താണ്? പലപ്പോഴും ഈ പണി എടുക്കുക ഫാസിഖ്യങ്ങളേ ഉള്ളൂ. ഈ പണിയെടുക്കുക ഫാസിഖാണ്. മൂമിനായ മനുഷ്യൻ ഈ പണിയെടുക്കൂല. നല്ല മൂമിനായ മനുഷ്യൻ തമ്മാടിക്ക് ഈ പണിയെടുക്കാൻ പറ്റുള്ളൂ. ഏത്? വേറൊരാളെ പറ്റി കള്ളപ്രചരണം നടത്തുക. ആ പണി അവനാണ് എടുക്കുക. അതുകൊണ്ടാണ് ഫാസിഖ് എന്ന് വിളിച്ചത്. ഇനി ഏതോ ഒരു ഫാസിഖ് എടുത്ത വാർത്ത കേട്ട് അത് മറ്റൊരുത്തൻ നമ്മളോട് വന്ന് പ്രചരിപ്പിച്ചു, അയാൾ നമ്മളെ വീക്ഷണത്തിൽ സ്വാലിഹാണെങ്കിൽ പോലും നിലപാട് തന്നെ എന്ന് മഹാന്മാർ പറയുന്നു. ഫാസിഖ് എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് ഈ വാർത്ത മെനഞ്ഞുണ്ടാക്കുന്നവൻ എന്തായാലും ഫാസിഖായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ. നിജസ്ഥിതി അന്വേഷിക്കണേ, നിജസ്ഥിതി അന്വേഷിക്കണം. എന്താണ് നിജസ്ഥിതി അന്വേഷിക്കാഞ്ഞാലുള്ള കുഴപ്പം? അൻ തുസീബൂ ഖൗമൻ ബിജഹാല, നിങ്ങൾ നിരപരാധികളായ ഒരു സമൂഹത്തെ, ഒരു ടീമിനെ നിങ്ങൾ വിവരദോഷം കൊണ്ട് ആക്രമിച്ചെന്നു വരും. നിങ്ങള് പച്ചപ്പാവങ്ങളായ ഒരു ടീമിനെ വിവരദോഷം കൊണ്ട് ആക്രമിക്കരുത്. അവരോട് നിങ്ങൾ വിവരദോഷം കാണിക്കരുത്. പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ പറ്റി നുണയും ഫസാദും ഉണ്ടാക്കി എന്നുള്ള കുറ്റങ്ങൾക്ക് കിട്ടരുത്. അൻ തുസീബൂ ഖൗമൻ ബിജഹാല. എന്തിനാണ് നമ്മൾ വേറൊരു ടീമിനെ നോവിക്കുന്നത്? നമ്മൾ കാരണമായിട്ടൊരു ടീമിനെ എന്തിനു നമ്മൾ വേദനിപ്പിക്കണം? എന്താണ് നിരപരാധികളുടെ പേരിൽ ആ ആരോപണം ഏറ്റുപിടിച്ച് അവരെ നമ്മൾ അതുവഴി അങ്ങ് ആക്രമിച്ചാ വരാൻ പോകുന്നത്? നാളെ മറ്റന്നാൾ അതിൻ്റെ പിറ്റേന്ന് ഈ വാർത്തയുടെ നിജസ്ഥിതി പുറത്തു വരും. നിജസ്ഥിതി പുറത്തു വരുമ്പോൾ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. നിങ്ങൾ ചെയ്ത വൃത്തികേടാലോചിച്ച് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. നിങ്ങൾ ചെയ്തതാലോചിച്ച് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. എത്ര 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 സംഭവങ്ങളാണ്, എത്ര സംഭവങ്ങളാണ്. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഉദാഹരണങ്ങൾ പറയാൻ നിന്നാൽ ഈ ഒരൊറ്റ ആയത്തിൽ ഇന്നത്തെ പ്രഭാഷണം നീണ്ടുപോകും. അതിനു മാത്രം ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നിന്ന് നമുക്കതിന് ഉദാഹരണങ്ങൾ പെറുക്കിയെടുക്കാൻ കഴിയും. ഒരു കാരണവശാലും ഒരാളെ പറ്റി കള്ളപ്രചരണം നടത്താൻ പാടില്ല. നടത്തിയാലുള്ള കുഴപ്പം, നിങ്ങളെല്ലാവരും കൂടി ആ മനുഷ്യനെ അകാരണമായി ആക്രമിച്ചു എന്ന് വരും. അങ്ങനെ വന്നാൽ പിന്നെ നിജസ്ഥിതി വ്യക്തമാകുമ്പം നിങ്ങൾ അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരും.